ഇ-കൊമേഴ്സുമായി ബന്ധപ്പെട്ട് പുതിയതായിട്ട് തുടങ്ങുന്ന പല ആളുകൾക്കും ചില ക്വസ്റ്റ്യൻസുകൾ ഉണ്ടാവൂല്ലേ? എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുക? എന്തൊക്കെയാണ് ഇനീഷ്യൽ ആയിട്ടുള്ള എക്സ്പെൻസ് കാര്യങ്ങളൊക്കെ? അതുമായി ബന്ധപ്പെടുന്ന ഒരു 3 ക്വസ്റ്റ്യൻ ആണ് ഒരാൾ ചോദിച്ചത്. ഞാൻ ഇവിടെ അത് പ്ലേ ചെയ്യാം. ഒരുപക്ഷേ ഇതുമായി ബന്ധപ്പെടുന്ന പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്കൊക്കെ അതൊരു ഉപകാരപ്രദമാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യാം. എന്നിട്ട് അതിനുശേഷം അതിന്റെ ആൻസർ പറയാം. ഓക്കെ? ഒന്ന് എൻ്റെ ഒരു കേട്ട് നോക്കുക. കാര്യം എന്ന് പറയുന്നത് ഇപ്പം നമുക്ക് ഇ-കൊമേഴ്സ് ലൈസൻസ് തുടങ്ങണമെങ്കിൽ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഒരു DED ലൈസൻസ് ആവശ്യമാണ്. അതായത് എന്താ പറയുക, ഒരു ഇ-കൊമേഴ്സ് ലൈസൻസ് ആവശ്യമാണ്. അതിന് എത്ര കോസ്റ്റ് വരും? അതിനുള്ള സർവീസ് അതെടുക്കാനുള്ള ഹെൽപ്പ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുമോ? പിന്നെ ഇപ്പം ഈ ലൈസൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആമസോണിൽ മാത്രമാണോ സെല് ചെയ്യാൻ പറ്റുക, അതോ നൂണിലും പറ്റുമോ? പിന്നെ ഈ ലൈസൻസ് നമുക്ക് ബാങ്ക് അക്കൗണ്ട് എടുക്കാൻ പറ്റുമോ? ഒന്നാമത്തെ ആ ഒരു കാര്യം. പിന്നെ എനിക്കിപ്പോഴും ഒരു ഐഡിയ ഇല്ല എന്ത് പ്രോഡക്റ്റാണ് ഞാൻ സെല് ചെയ്യേണ്ടതെന്നുള്ളത്. ഞാൻ അതിനെക്കുറിച്ച് എനിക്ക് ഒരു ധാരണയില്ല, എന്ത് പ്രോഡക്റ്റ് സെല് ചെയ്താൽ എങ്ങനെയായിരിക്കും എന്നുള്ളത്. അപ്പോൾ എനിക്ക് ആ ഒരു ഇത് വേണം. പിന്നെ പ്രോഡക്റ്റ് എടുക്കാനുള്ളൊരു സപ്പോർട്ട്. പിന്നെ ഞാനിപ്പോൾ വർക്കിംഗ് ആണ്. ഞാൻ ലോജിസ്റ്റിക്സിൽ തന്നെയാണ് വർക്ക് ചെയ്യണത്. അപ്പോൾ എനിക്ക് പാർട്ട് ടൈം ആയിട്ടെന്ന് പറഞ്ഞാൽ വർക്കിൻ്റെ കൂടെ കൊണ്ടുപോകാനുള്ള ഒരു സംഭവമാണ്. അപ്പോൾ FBA നമ്മൾ ആമസോണിൻ്റെ FBA എടുക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഓഫീസിൽ ഇരുന്നു കൊണ്ട് നമുക്ക് ഇതിലേക്ക് നമ്മളുടെ കോൺസെൻട്രേഷൻ പോകേണ്ട ഒരു സാഹചര്യം വരുമോ? അത് ഒരു ഡൗട്ടാണ്. പിന്നെന്താ പറയുക, നമ്മളിപ്പോൾ എന്താ പറയുക, ഇ-കൊമേഴ്സ് ട്രേഡ് ലൈസൻസ് എടുക്കുന്നത് കൊണ്ട് എൻ്റെ കമ്പനിയിൽ ഇപ്പോൾ എനിക്ക് വിസയുണ്ട്. അപ്പോൾ അത് എഫക്റ്റ് ചെയ്യില്ലല്ലോ. അതാണ് ഞാൻ ചോദിക്കുന്നത്. അതിനെ എഫക്റ്റ് ചെയ്യാത്ത രീതിയിലാണല്ലോ വിസ ഉണ്ടാവുക. പിന്നെ ഞാനിപ്പോൾ ഉള്ളത് ഷാർജയിലാണ്. അപ്പം ദുബായ് ലൈസൻസ് ആയതുകൊണ്ട് ഷാർജയിൽ ഇപ്പം ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് വല്ല വിരോധമുണ്ടോ? പിന്നെ നമ്മൾ ഇനീഷ്യൽ കോസ്റ്റ്, അതൊക്കെ ഇപ്പോൾ ലൈസൻസ് എടുത്തിട്ട് നമുക്ക് ഇതൊന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര കോസ്റ്റ് വരും? അതായത് ഇപ്പം നമുക്ക് ജസ്റ്റ് ഒരു സ്മോൾ സ്കെയിലിൽ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്ര കോസ്റ്റ് വരും? അതും കൂടി ഒന്ന് പറയണം. കാരണം വെച്ചാൽ ഞാനിപ്പോൾ അത്ര ഹൈ സാലറിയിലൊന്നുമല്ല വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് അത് അഫോർഡ് ചെയ്യാൻ പറ്റുമോ? പിന്നെ ഇതിലെ ഗ്രോത്ത് എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയില്ല. എനിക്കറിയാം ഇ-കൊമേഴ്സ് ഒരു എന്താ പറയുക, ഇതായിട്ടുള്ളൊരു പൊട്ടൻഷ്യലുള്ള സംഭവമാണ്. ഞാൻ ആദ്യം വിചാരിച്ച നാട്ടിൽ നിന്ന് കുറച്ച് തുണി, മീൻസ് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള കുറേ സാധനങ്ങളുണ്ടല്ലോ നാട്ടിൽ നിന്ന്, ലേഡീസിൻ്റെ ക്ലോത്ത്സ് അല്ലെങ്കിൽ ഓർണമെൻറ്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നാട്ടിൽ നിന്ന് എന്തെങ്കിലും ചെയ്തിട്ട് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു. പിന്നെ ഞാൻ വെച്ചാൽ അതിനൊക്കെ ലൈസൻസിൻ്റെ ഒരു വലിയ ഇതുണ്ട്. കാരണം ഇമ്പോർട്ട് എക്സ്പോർട്ട് ലൈസൻസ് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ വേണമെന്ന് തോന്നിയത് കൊണ്ട് ഞാൻ അതിനെ ഒഴിവാക്കി. അപ്പം ഇതിലിപ്പോൾ തുടങ്ങാനായിട്ട് എത്ര കോസ്റ്റ് വരും എന്നുള്ളത് കൂടി ഒന്ന് പറയണേ. ഓക്കെ, എനിക്ക് ആക്ച്വലി വയ്യ, അതുകൊണ്ടാണ് എൻ്റെ സൗണ്ടൊക്കെ കുറച്ച് ലോ ആണ്. സോറി ഫോർ ദാറ്റ്. ഓക്കെ, കുറച്ചധികം ക്വസ്റ്റ്യൻസുകളാണ് ഇവർ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഒന്നാമതായി ഇ-കൊമേഴ്സ് ട്രേഡ് ലൈസൻസ് എന്താണ്, ഇതിലാണ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതിന് 3 തരത്തിലുള്ള ലൈസൻസ് ആണ് ഒന്ന് എടുക്കുക. ഒന്ന് ഇ-ട്രേഡ് എന്ന് പറഞ്ഞിട്ടുള്ള ലോ കോസ്റ്റ് ലൈസൻസ് ഉണ്ട്. രണ്ടാമത് ഫ്രീ സോണ്, മൂന്നാമത് മെയിൻലാൻഡ്. മെയിൻലാൻഡ് വരുമ്പോൾ നോർമലായിട്ട് വരുന്നത്. അപ്പോൾ ഒരു തുടക്കക്കാരെന്ന നിലക്ക്, ഒരു ടെസ്റ്റിംഗ് എന്ന നിലക്കൊക്കെ ഇ-ട്രേഡ് ലൈസൻസ് വളരെ നല്ലതാണ്. അതിന് കോസ്റ്റ് ഏകദേശം വരുന്നത്, അതിൻ്റെ വെബ്സൈറ്റിൽ വരുന്നത് 1370 ആണ്. 1000 പിന്നെ 370, 1070, 300 സർവീസ് ചാർജും, അങ്ങനെ 1370 ആണ് വരിക. അത് ഓൺ ആയിട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ ദുബായ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള വെബ്സൈറ്റിൽ പോയിട്ട് എടുക്കാവുന്നതേ ഉള്ളൂ. ഒരു 15 മിനിറ്റ് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും ആ ഒരു ലൈസൻസ് എടുക്കാൻ പറ്റും. അതല്ല അതിലെന്തെങ്കിലും ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ടൈപ്പ് സെൻറ്റർ പോയിട്ട് ഇ-ട്രേഡ് ലൈസൻസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവർ ചെറിയൊരു സർവീസ് ചാർജും ഒക്കെ ഓപ്പൺ ചെയ്തിട്ട് അവർ ശരിയാക്കി തരും. ഇ-ട്രേഡ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആമസോൺ ഇ-കൊമേഴ്സ് മാത്രമാണോ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. അതെ, ഇ-ട്രേഡിൽ ആമസോൺ ബിസിനസ് മാത്രമാണ് സപ്പോർട്ട് ചെയ്യുക. അതിന് വേറെ ബാങ്ക് അക്കൗണ്ടോ കാര്യങ്ങളൊന്നും ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. ഇ-ട്രേഡിലാവുമ്പോൾ നിലവിൽ ഏതെങ്കിലും ID വേണം, നിർബന്ധമാണ് ഇ-ട്രേഡ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട്. ബാക്കി അതിനകത്തുള്ള ബാങ്ക് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ വിസ പ്രൊവൈഡ് ചെയ്യാനോ ഒന്നും കഴിയില്ല. അപ്പോൾ ഇത് ഇ-കൊമേഴ്സും അതേപോലെ ഓൺലൈൻ ബിസിനസ് ചെയ്യുന്നവർക്ക് വേണ്ടി മാത്രമാണ് ഇ-ട്രേഡ് എന്നുള്ള ഒരു ലൈസൻസ് ഓപ്പൺ ആക്കിയിട്ടുള്ളത്.
അപ്പോൾ ആമസോണിൽ കൊടുക്കുന്ന ബാങ്ക് അക്കൗണ്ട് പേഴ്സണൽ അക്കൗണ്ടോ അല്ലെങ്കിൽ സാലറി അക്കൗണ്ടോ കൊടുക്കാവുന്നതാണ്. ഓക്കെ. അല്ലെങ്കിൽ അതിനായിട്ട് പുതിയൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് അത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ബിസിനസ് അക്കൗണ്ട് നിർബന്ധം ഇല്ല. പിന്നെ മൂന്നാമത്തേതായിട്ട് ഈ പ്രൊഡക്റ്റ് ഫൈൻഡിങ്ങും പ്രൊഡക്റ്റ് ഐഡിയാസും ഒന്നും ഇല്ല എന്നുള്ളതാണ് അല്ലേ. പ്രൊഡക്റ്റ് ഐഡിയ ഇല്ല, എന്ത് പ്രൊഡക്റ്റിലാണ് ബിസിനസ് ചെയ്യേണ്ടതെന്ന്, അപ്പോൾ അതിനുള്ള ഹെൽപ്പ് ഉണ്ടാവുമോ എന്നുള്ളതാണ്. എങ്ങനെയാണ് സീറോ ഇൻവെന്ററിയിൽ ആമസോൺ ബിസിനസ് ചെയ്യുക എന്നുള്ളതാണ് ആ ഒരു വീഡിയോയിൽ കൃത്യമായിട്ട് പറയുന്നത്. ഒരു പക്ഷേ അത് നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഓക്കെ. അപ്പോൾ പ്രൊഡക്റ്റുമായി ബന്ധപ്പെടുന്ന ഇതിൽ കൺഫ്യൂഷൻ എല്ലാവർക്കും ഉണ്ടാകും. കാരണം നിലവിൽ ബിസിനസ് അല്ല ചെയ്യുന്നത്. ബിസിനസ് ചെയ്യുന്നവർക്കാണെങ്കിൽ അവരുടെ ബിസിനസ് ഓൾറെഡി റീറ്റെയിൽ സ്റ്റോറോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നേരെ അത് ഓപ്പൺ ചെയ്യാൻ പറ്റും. അതേസമയം ജോലി അല്ലെങ്കിൽ സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യുന്നവർക്കൊക്കെ എന്താണ്, അവർക്കൊരു പ്രൊഡക്റ്റ് ഒരു കൃത്യമായ നോളജ് ഉണ്ടാവില്ല. പക്ഷെ നോളജ് ഉള്ളതാണെങ്കിൽ അവർക്ക് ഏത് പ്രൊഡക്റ്റിലാണോ എക്സ്പീരിയൻസ് ഉള്ളത് അല്ലെങ്കിൽ ഏത് കാറ്റഗറിയിലാണ് എക്സ്പീരിയൻസ് ഉള്ളത് ആ കാറ്റഗറി സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇനി ഒരു ഐഡിയാസും ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു വീഡിയോസ് കാണാൻ കുറച്ചൊക്കെ ഒരു ക്ലാരിറ്റി അതിനകത്ത് കിട്ടും. ഓക്കെ. പിന്നെ പ്രൊഡക്റ്റ് ഫൈൻഡ് ചെയ്യാനുള്ള ഹെൽപ്പാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞു. നിങ്ങൾക്ക് എങ്ങനെയാണ് പ്രൊഡക്റ്റ് ഫൈൻഡ് ചെയ്യേണ്ടതെന്നും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നേരത്തെ വീഡിയോസിൽ അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ പാർട്ട് ടൈം ആയിട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് പിന്നത്തെ ചോദ്യം. അതെ, പാർട്ട് ടൈം ആയിട്ട് നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റും. ആമസോൺ FBAക്ക് കൊടുത്തു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും. എവിടെയാണോ നിങ്ങളുടെ ലൊക്കേഷൻ അവിടുന്ന് ആമസോണിൻ്റെ FBA വന്ന് പിക്ക് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. ATS എന്ന് പറയും. അവർ വന്ന് പിക്ക് ചെയ്ത് കൊണ്ടുപോകും. അപ്പോൾ അത് കുറഞ്ഞ ക്വാണ്ടിറ്റി ഒക്കെ ഉള്ളതെന്നുണ്ടെങ്കിൽ അതാണ് ലാഭം. അതല്ല വലിയ ക്വാണ്ടിറ്റി ആണെന്നുണ്ടെങ്കിൽ ടാക്സിക്കോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെടുന്ന വണ്ടിയിലോ നിങ്ങൾക്ക് അത് കൊണ്ടുപോയി കൊടുക്കാൻ പറ്റും. ദുബായ് അതുപോലെ അബുദാബി ഇവിടെയൊക്കെ പല സ്ഥലത്ത് വെയർ ഹൗസുകളുണ്ട്. അപ്പോൾ ഏത് വെയർ ഹൗസാണ് സെലക്ട് ചെയ്യുക, അതിനകത്ത് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ വിസ ഉണ്ട്. പിന്നെ നിലവിലുള്ള ജോലിക്കോ അതുമായി ബന്ധപ്പെടുന്ന എഫക്റ്റ് ചെയ്യുമോ എന്നുള്ളതാണ്. ഈ ട്രേഡ് ആണെങ്കിൽ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. കാരണം നിലവിലുള്ള വിസ ഉള്ളവർക്ക് തന്നെയാണ് ഈ ട്രേഡ് ചെയ്യാൻ പറ്റുന്ന ലൈസൻസ് ഓപ്പൺ ആക്കാൻ പറ്റുന്നത്. അപ്പോൾ അത് വേറൊരു ഇതുവരെ അങ്ങനത്തെ ഒരു വന്നിട്ടൊന്നുമില്ല. അപ്പോൾ വിസ ഉണ്ടെന്നുണ്ടെങ്കിൽ നിലവിലുള്ള ജോലിക്ക് എഫക്റ്റ് ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് ആ ഒരു ബിസിനസ് ഓപ്പൺ ചെയ്യാൻ പറ്റും, ലൈസൻസ് എടുക്കാൻ പറ്റും. പിന്നെ വരുന്ന സ്റ്റാർട്ടിങ്ങിൻ്റെ കോസ്റ്റ് എത്രയാണെന്നുള്ളതാണ്. സ്റ്റാർട്ടിങ്ങിൻ്റെ എത്ര കോസ്റ്റ് വരും എന്നുള്ളതാണ്. അത് നിങ്ങളുടെ ബിസിനസ്സും നിങ്ങളുടെ കാറ്റഗറിയും ഒക്കെ അനുസരിച്ചാണ് വരിക. ഇപ്പോൾ ഒരു 100 ദിറംസിൻ്റെ ആണെന്നുണ്ടെങ്കിൽ 10 ക്വാണ്ടിറ്റി എടുക്കുകയാണെങ്കിൽ എത്ര വരും? 1000 ദിറംസ് വരും ഇനീഷ്യലായിട്ട് കോസ്റ്റ്. പിന്നെ ലൈസൻസിൻ്റെ കോസ്റ്റ് വരും. വേറെ കോസ്റ്റ് അതിനകത്ത് വരുന്നില്ല. അതേസമയം 50 ദിറംസിൻ്റെ 10 എടുക്കുകയാണെന്നുണ്ടെങ്കിലും ആ റേഞ്ചിലാണ് വരിക. അതേസമയം 50 ദിറംസിൻ്റെ ഒരു 100 ക്വാണ്ടിറ്റി എടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് വരും. അപ്പോൾ ഏത് പ്രൊഡക്റ്റാണോ എടുക്കേണ്ടത് അല്ലെങ്കിൽ ഏത് കാറ്റഗറിയിലാണോ നിങ്ങൾ ബിസിനസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ചാണ് അതിൻ്റെ റേറ്റ് വരിക. ഉദാഹരണത്തിന് ഒരു 3000 ദിറംസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ലൈസൻസ് പ്ലസ് സ്റ്റോക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പിന്നെ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജിലൊക്കെ ഒരു 3000 ദിറംസ് ഒക്കെ മതിയാകും. ഒന്ന് എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയിട്ട് അത് മതിയാകും. പിന്നെ വരുന്നത് ഗ്രോത്ത്. ഏത് ലെവലിലേക്ക് വരെ ഗ്രോത്ത് പോകും എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. ഏകദേശം 1 മില്യൺ അടുത്ത് ബിസിനസ് ചെയ്യുന്ന ഒരു അക്കൗണ്ടിൻ്റെ സ്ക്രീൻഷോട്ട്. അപ്പോൾ സാധ്യതകളുണ്ട്. പക്ഷെ ഒരു ദിവസം കൊണ്ടൊന്നും ഒരു മില്യൺസ് ബിസിനസ് വരില്ല. ഏതൊരു മില്യൺസ് ടേൺ ഓവറുള്ള ബിസിനസ് ആണെന്നുണ്ടെങ്കിലും അതിനൊരു ഗ്രോത്ത് സ്റ്റേജ് ഉണ്ട്. പക്ഷെ അതുവരെ വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ്, ക്ഷമയോട് കൂടി വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുക, എക്സ്പീരിയൻസ് നേടുക, പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള നോളജ് കാര്യങ്ങൾ പഠിക്കുക, കൂടുതലായിട്ട് അത് എക്സ്പാൻഡ് ചെയ്യാനുള്ള കാര്യങ്ങൾ ആലോചിക്കുക, ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുക. ഇതാണ് ഗ്രോത്തിക്കുള്ള സ്റ്റേജ്. പിന്നെ ഇന്ത്യയിൽ നിന്ന് UAEക്ക് കൊണ്ടുവരാനുള്ള കാര്യങ്ങളൊക്കെ എന്താണ്, ഏതൊക്കെ പ്രൊഡക്റ്റ് കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടത് നിലവിൽ ഇന്ത്യയിൽ നിന്ന് UAEക്കൊക്കെ എക്സ്പോർട്ട് അല്ലെങ്കിൽ ഇമ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ടാവും. അവരായിട്ടും ടൈ അപ്പ് ചെയ്യുക. ആ ഒരു പിന്നെ പ്രൊഡക്റ്റുകൾ അവിടെ നിന്ന് ഇറക്കുക. ഇവിടെ വെയർ ഹൗസ് സംവിധാനങ്ങളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. അവരായിട്ടും ടൈ അപ്പ് ചെയ്തിട്ട് അങ്ങനെ ഇന്ത്യയിൽ നിന്ന് ഇറക്കാൻ പറ്റും. അതല്ല ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് തന്നെ ഇറക്കണമെന്നുണ്ടെങ്കിൽ അതിന് എക്സ്പോർട്ട് ടാക്സും ലൈസൻസും കാര്യങ്ങളൊക്കെ വേണം. അതിൻ്റേതായ ഫീസും കാര്യങ്ങളൊക്കെ കൊടുക്കണം. ഓക്കെ, അത് കുറച്ചൊരു തലവേദനയുള്ള കാര്യമാണ്. അപ്പോൾ ഒരു സ്റ്റാർട്ടിങ് എന്ന നിലക്കും എക്സ്പീരിയൻസ് നേടാനും നിലക്കും മാർക്കറ്റിൽ എന്താണ് നടക്കുന്നത് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ ആദ്യത്തെ ഒരു സ്റ്റെപ്പ് എന്ന നിലക്ക് നിലവിൽ ആരൊക്കെയാണ് ചെയ്യുന്നത് അവരായിട്ടും കൊളാബ് ചെയ്തിട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഇന്ത്യയിൽ ഒരുപാട് പ്രൊഡക്റ്റുകൾ ഇവിടെ നിന്ന് ചെയ്യുന്ന ബിസിനസ് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ അവർക്ക് ചെറിയൊരു സർവീസ് ചാർജ് കൊടുത്തു കഴിഞ്ഞാൽ അവരത് സാധനം നിങ്ങളുടെ പേരിൽ ഇവിടെ ഇറക്കി തരും. അത് നേരെ ആമസോണിൻ്റെ വെയർ ഹൗസിലേക്ക് കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ ഒരു എക്സ്പാൻഡ് ചെയ്യാനുള്ളത് ചൈനയിൽ നിന്നും ഉള്ള പ്രൊഡക്റ്റുകൾക്ക് ഡയറക്റ്റ് ആയിട്ട് ആമസോണിൻ്റെ വെയർ ഹൗസിൽ കൊടുക്കുന്ന സിസ്റ്റം ഒക്കെ ഉണ്ട്.
അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ആദ്യം പ്രൊഡക്റ്റും അതേപോലെ ആമസോണിൻ്റെ പ്ലാറ്റ്ഫോമും മാർക്കറ്റിലുള്ള ഡിമാൻഡും ഒക്കെ അനുസരിച്ചാണ് അതൊക്കെ ചെയ്യുക. അപ്പോൾ ഉദാഹരണത്തിന് ഇന്നൊരു ആമസോൺ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തു, നാളെ തന്നെ ചൈനയിൽ പോയിട്ട് കുറച്ച് പ്രൊഡക്റ്റ് ഇറക്കി എന്ന് പറയുമ്പോൾ സെയിൽസ് ഒന്നും നടന്നില്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഒരു ഫീലിംഗ് വരും. അപ്പോൾ ഓക്കെ ഞാൻ നടത്തിയ ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പല ആൾക്കാരും സ്റ്റോപ്പ് ചെയ്യുന്നത് ഇതുകൊണ്ടാണ്. അപ്പോൾ അതിനൊക്കെ പകരം ഒരു ചെറിയൊരു ഇനീഷ്യൽ സ്റ്റെപ്പ് എന്ന നിലക്കുള്ള ഒരു വീഡിയോസ്, ഞാൻ നേരത്തെ പറഞ്ഞൊരു വീഡിയോസ് ചെയ്തിട്ടുണ്ട്. പ്ലാറ്റ്ഫോം എക്സ്പീരിയൻസ് ആണ് ഇതിന് ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ്. ആമസോണിൻ്റെ ബാക്ക് എൻഡ്, ആമസോണിൻ്റെ ഓഡിയൻസ്, നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ ഓഡിയൻസ്, ഇതൊക്കെ മനസ്സിലാക്കലാണ് ആദ്യത്തെ കടമ. അതിൽ എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചൈനയിൽ നിന്നും അതിനപ്പുറത്തു നിന്നൊക്കെ പ്രൊഡക്റ്റ് ഇമ്പോർട്ട് ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് യു എ മാർക്കറ്റ് അത്രയും വലിയൊരു മാർക്കറ്റാണ്, അത്രയും വലിയ ഓപ്പർച്യൂണിറ്റീസ് ആണ് ഇവിടെ വരുന്നത്. അപ്പോൾ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻസുകൾ കോമൺ ആയിട്ട് എല്ലാവർക്കും വരുന്നതാണ്. എല്ലാവർക്കും അത് കൃത്യമായ രൂപത്തിൽ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇതിനും കൂടുതലായിട്ട് എന്തെങ്കിലും അറിയാണ്ടെങ്കിൽ എന്നായിട്ട് ഒരു 1-to-1 സെഷൻ എടുക്കാൻ പറ്റും. അതിനുള്ള നമ്പേഴ്സും കാര്യങ്ങളും ഞാൻ കൊടുക്കാം താഴെ. ഓക്കെ, ബൈ ബൈ.